ആരോഗ്യരംഗത്ത് ലോകം അത്ഭുതത്തോടെ നോക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചത് ആരോഗ്യമേഖലയുടെ കൂടി നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചക്കരക്കല്ലിൽ നിർമ്മിച്ച ഇരുവേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവജാത ശിശു മരണനിരക്ക് അമേരിക്കയിൽ 5.6% കേരളത്തിൽ 5%. കോവിഡിനു മുന്നിൽ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രാഷ്ട്രങ്ങൾ പോലും പകച്ചപ്പോൾ കേരളം ഒരുക്കിയ പൊതുജന ആരോഗ്യ സമ്പ്രദായം കോവിഡിനെ മറികടന്നു. ലോകാരോഗ്യ രംഗത്ത് പൊതുവിൽ പിന്നിലാണ് ഇന്ത്യ. എന്നാൽ ആ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം അമേരിക്കയെ മറികടക്കുന്ന നേട്ടം കരസ്ഥമാക്കുന്നു. ഇത് സാധിച്ചത് നമ്മുടെ സുശക്തമായ ആരോഗ്യ സമ്പ്രദായത്തിലൂടെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 14 ആരോഗ്യ സ്ഥാപനങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തിയത് ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ 500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കി. ഈ നിലയാണ് സംസ്ഥാനത്തെങ്ങും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചത് ആരോഗ്യമേഖലയുടെ കൂടി നേട്ടമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെടുത്താൽ ആരോഗ്യരംഗം വളരെ പുറകിലാണ്. വലിയ തോതിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു മേഖലയാണ്. ഇത്ര വലിയ നേട്ടം എങ്ങനെ നേടാനായി? അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാർ നമ്മുടെ സംസ്ഥാനത്ത് നല്ല നിലയിൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ആരോഗ്യരംഗത്തിൻ്റെ മികവുകൊണ്ടുകൂടിയാണ്. ഡോക്ടർ വി ശിവദാസൻ എം പി അധ്യക്ഷനായി. ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഷൈജ, കടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ, പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുനീഷ്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം ഒ സി ബിന്ദു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ എന്നിവർ സംസാരിച്ചു. 5 നിലകളുള്ള ഇരുവേരി സാമൂഹികാരോഗ്യ കേന്ദ്രം കെട്ടിടം 20 കോടി രൂപയോളം ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. എക്സ്റേ യൂണിറ്റ്, ഫാർമസി സ്റ്റോർ, പാലിയേറ്റീവ് സ്റ്റോർ, ഓക്സിജൻ റൂം, ജനറേറ്റർ റൂം, ട്രാൻസ്ഫോമർ റൂം, ലോണ്ടറി ഏരിയ, ഹൗസ് കീപ്പിംഗ് ഏരിയ എന്നിവയും ബേസ്മെന്റിൽ വിശാലമായ ആംബുലൻസ് പാർക്കിംഗ്, സ്റ്റാഫ് ജനറൽ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ.